प्यार से लाए तुझको चढ़ाने, भेंट हमारी स्वीकार करो। प्यार से लाए तुझको चढ़ाने, भेंट हमारी स्वीकार करो। मेरे पिता, मेरे पिता, मेरे पिता, मेरे पिता, तन मन मेरा सब कुछ तेरा, तुझ बिन प्रभु कोई न मेरा, दिल तुझको ചടാനേ. നമുക്കൊരു എക്സസൈസ് ചെയ്താലോ, ഒരു ആക്ടിവിറ്റി. അതായത് ഞാനിപ്പോൾ സംസാരിക്കും, അതേ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, ജസ്റ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഓക്കെ, സ്റ്റോപ്പ്. ഇപ്പൊ നമ്മള് ഒരു ആക്ടിവിറ്റി ചെയ്യും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഡിഡ് യു ലിസൺ ടു അതേഴ്സ്, ലൈക്ക് വാട്ട് ഐ സെഡ് ഓർ വാട്ട് ഷീ സെഡ് ഓർ വാട്ട് സിസ്റ്റർ സെഡ്? ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? This is the same thing with our conscience. CCCയിൽ ഒരു നമ്പർ ഉണ്ട്, 1776. അതിലൊരു ഡെഫിനേഷൻ CCCയിൽ, അക്കോർഡിംഗ് ടു CCC, കോൺഷ്യൻസിന്റെ ഡെഫിനേഷൻ: Deep within his conscience, man discovers a law which he has not laid upon himself, but which he must obey. His conscience is man's most secret code and his sanctuary. There he is alone with God, whose voice echoes in his depths. So this is the most striking thing for me, because നമ്മുടെ കോൺഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സാങ്ച്വറി, ഒരു ഉള്ളറ. There we are supposed to be alone with our God. That's why when the person is alone, when I am speaking to somebody alone, I can clearly hear the person speaking. ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, അപ്പോൾ അലോൺ അല്ല. So if all of us are speaking, I cannot hear. So I think the same is the situation with our conscience. Sometimes we cannot hear clearly, discern ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ചെയ്യണോ വേണ്ടയോ, ദൈവവിളി ഉണ്ടോ ദൈവവിളി ഇല്ലയോ, അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ കുറേ സ്വരങ്ങളാണ് കേൾക്കാൻ പോകണം. We go to hear so many voices, and so many voices just are again and again repeating in our mind, repeating in our conscience, and we are confused, we are not able to answer, we are not able to choose the right thing. So അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? കോൺഷ്യൻസിനെ ഫോർമേഷൻ നടത്തണം. എല്ലാവർക്കും നമ്മളെല്ലാവരും ഫോർമേഷനിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യൻസ് നന്നായിട്ട് നമുക്ക് തന്നായിരുന്നു ഡ്യൂറിങ് ബാപ്റ്റിസം. ഫ്രം ബാപ്റ്റിസം നമ്മുടെ കോൺഷ്യൻസിനെ ദൈവം നല്ല രൂപമാക്കി, ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ആക്കി. ഇറ്റ് വാസ് ക്ലിയർ, കോൺഷ്യൻസ് വാസ് ക്ലിയർ, യുവർ സോൾ വാസ് ക്ലിയർ. ബട്ട് ബിക്കോസ് ഓഫ് സിൻ അത് പിന്നെയും ഡിസ്ഫിഗർ ആക്കി. സോ ആദ്യം വി ഹാവ് ടു ആ ഡിസ്ഫിഗർഡ് ആയ കോൺഷ്യൻസിനെ ഫിഗർ ആക്കണം, ഒരു ഫിഗർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ട്രാൻസ്ഫിഗർ ആക്കണം. സോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ചെറിയൊരു സ്റ്റെപ്സാണ്. ദാറ്റ് ഈസ് വി കോൾ ഔട്ട് ടു അബ്ബാ ഫാദർ ഫസ്റ്റ്. ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഈ പൈപ്പ് ഒഴുകണ പോലെ, ലൈക്ക് ചെളി ഉണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് ഫോഴ്സിൽ ഇങ്ങനെ ആക്കുമ്പോൾ ചെളി ഇങ്ങനെ തെറിച്ചു പോകും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് വി ക്യാൻ കോൾ ഔട്ട് ടു ഗോഡ്. അബ്ബാ പിതാവേ, എൻ്റെ മനസ്സാക്ഷിയെ ശുചീകരിക്കണം. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സോ വി ആർ മേക്കിംഗ് ആ കോൺഷ്യൻസ് ക്ലിയർ, ശുദ്ധിയാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു രൂപം നൽകണം. അപ്പോൾ രൂപം നൽകുന്നത് ദൈവവചനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവവചനം, എനിത്തിങ് ദാറ്റ് ഈസ് സ്ട്രൈക്കിംഗ് യു. സോ മോസ്റ്റ്ലി
ഇങ്ങനത്തെ ഒരു ദൈവവചനം നമുക്ക് എടുക്കാം. എന്തെങ്കിലും പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കുന്നു. 1 Corinthians 13:10. അപ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ ദൈവവചനത്താൽ എൻ്റെ മനസാക്ഷിക്ക് രൂപം നൽകണമേ. ഒരു 5-7 times we can pray that prayer. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കുന്നു. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈശോയോട് പറയും, ഈശോയെ എൻ്റെ മനസാക്ഷിക്ക് രൂപം നൽകണമേ. ആഫ്റ്റർ ദാറ്റ് we can pray to Holy Spirit. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയാണ്. Acts 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകണമേ. അപ്പോൾ നമ്മുടെ മനസാക്ഷി ശക്തമാകാൻ, ദാറ്റ് വോയിസ് ടു ബി മോർ ലൗഡ്, ടു ബി മോർ സൗണ്ട്, അങ്ങനത്തെ ഒരു വ്യക്തമാക്കാൻ, കുറച്ചും കൂടി ലൗഡ് ആക്കാൻ വേണ്ടി വി ക്യാൻ പ്രേ ടു ദ ഹോളി സ്പിരിറ്റ്. ഹോളി റൂഹ ലോർഡ്, എൻ്റെ മനസാക്ഷിയെ ശക്തമാക്കണമേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും പ്രയറിന് ചെറിയൊരു 1 മിനിറ്റോ 2 മിനിറ്റോ പ്രാർത്ഥിച്ചിട്ട് വി ക്യാൻ പ്രേ ഫോർ our conscience to be formed. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പാത്രം കഴുകുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് കഴുകുമ്പോൾ, അപ്പോൾ സംതിങ് വി ആർ ക്ലീനിങ് അപ്പ്, ഒരു ഫിഗർ ഇല്ലാത്തതിൻ്റെ വി ആർ ഗിവിങ് ഫിഗർ. ഒരു ഡിസോർഡർ ആയിരിക്കുന്ന മുറിയെ നമ്മൾ ഓർഡർ ആക്കുമ്പോൾ വി ആർ ഗിവിങ് എ ഫിഗർ. ആ സമയത്ത് തന്നെ വി ക്യാൻ പ്രേ, ഇതുപോലെ എൻ്റെ മനസാക്ഷിക്ക് രൂപം നൽകണമേ ഈശോയെ, എൻ്റെ മനസാക്ഷിക്ക് രൂപം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ കോൺഷ്യൻസിനെ നമുക്ക് ഫോം ചെയ്യും. Rain the Holy Ruach, Lord, rain for us. Sihir daha sihir rihala daha sihiyalla duhuriyalla o pare sikasara da koshiyalla da kashara daha sariyalla lai fara bohara sikisiria lai thala da kosihiriyalla fara bohasihi asehe lete shiriyara hasariya. God bless you hala para sukusiritriyara oholete May the Holy Trinity bless you. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. Rain the Holy Ruach, Lord, rain forevermore. സിസ്റ്റർ, ഈ 1 കൊരിന്തോസ് 14-ാം കുറെ വരങ്ങളെ പറ്റി പറയുന്നുണ്ട്. സിസ്റ്ററിന് എന്ത് തോന്നുന്നു ഈ വരങ്ങളെ പറ്റി? ഒരുപാട് വരങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഷാവരം, പിന്നെ ഇവിടെ പ്രവചനവരം, പിന്നെ അങ്ങനെ കുറേ വരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരാൾക്ക് ഭാഷാവരം കൊടുക്കും, ഒരാൾക്ക് പ്രവചനവരം കൊടുക്കും, ഒരാൾക്ക് വ്യാഖ്യാനിക്കുള്ള വരം കൊടുക്കും, ഒരാൾക്ക് രോഗശാന്തിക്കുള്ള വരം കൊടുക്കും. അതിന് മുന്നേ I want to ask you one question. What are you waiting for? The fire of the Holy Spirit. Okay. The wind of the Holy Spirit. Joy of the Holy Spirit. When you fire and wind, what do you mean by that actually? Like Holy Spirit is like a very powerful person. No, thadam Holy Spirit. അങ്ങനെ തന്നെയായിരുന്നില്ലേ? ഇങ്ങനെ ഭൂമിയൊക്കെ കുലുങ്ങി കാറ്റൊക്കെ വന്ന്. Yes, that is true. പക്ഷേ the first thing when the Holy Spirit comes and gives us anudabam. So many times we wait and we think Holy Spirit, we forget Holy Spirit Lord is a person. അപ്പോൾ we think, oh, തീ പോലെ അതൊക്കെ സിമ്പിൾസ് ആണ്. അതുപോലെ Holy Spirit Lord's characteristics ഉണ്ട് as a person. പക്ഷേ when we wait for the Holy Spirit Lord, the first thing when we thirst for the Holy Spirit Lord gives us anudava and repentance. And in that repentance, when we are humble, we can receive more and more of the Holy Spirit. അതല്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് കടാക്ഷിക്കുക. Yes, let's read that together. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. Yes. Do you remember anything else? പരിശുദ്ധാത്മാവ് ആദ്യം വരുമ്പോൾ നമുക്ക് അനുതാപമാണ് വരുന്നത്. Yes. Saint Luke, what did Holy Mother say in her song of praise, Magnificat? Saint Luke, Saint chapter 1, verse 48 അല്ലേ? Yes.
Let's read. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. Yes. So even though we are waiting, that if we are lowly, then only the Holy Spirit can pour out from high to low. So, and this yes, we can expect a lot of fruits and charisms of the Holy Spirit and the different kinds of the gifts that the Holy Lord is giving us. But let us stand in humility. Let us wait in humility lowly. And let us be in repentance. So, why don't we pray together for repentance? As the scripture says, to call Jesus Lord, we need the Holy Spirit. And we cannot pray without the Holy Spirit, without our Holy Ruach Lord. Let us be in repentance, asking the Lord to have mercy on us. Yeshu Christu